ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോണാണ് കേട്ടോ. മൂന്നാറിലൊക്കെ പോകുന്ന സമയത്താണ് നമ്മൾ ഇതേ ടേസ്റ്റിൽ കോൺ കഴിക്കാറല്ലേ. അപ്പോൾ അതുപോലെ തന്നെ അടിപൊളി ഒരു ടേസ്റ്റി ആയിട്ടുള്ള കോണാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നല്ല കഴുകി വൃത്തിയാക്കി നാരുകളൊക്കെ കളഞ്ഞ കോണിലെ ഇതേപോലെ ഒരു അപ്പച്ചെമ്പിൽ വെച്ച് 15 മിനിറ്റോളം വേവിച്ചെടുക്കണം. ഓക്കെ, നല്ല ആവിയൊക്കെ പറന്ന് നല്ല അടിപൊളിയായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഒരു ടോങ്ങൊക്കെ ഉപയോഗിച്ചിട്ട് ഇതേപോലെ അപ്പം തന്നെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. കൈ പൊള്ളാതെ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മസാല റെഡിയാക്കി എടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള മസാലയാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇത് ആ ചൂടോട് കൂടി തന്നെ കഴിക്കുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് ഇതേ ഒരു ബൗളിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. എല്ലാ ഭാഗത്തും ഒരുപോലെ ഉപ്പും മുളകും ഒക്കെ വരണം കേട്ടോ. ഇപ്പോൾ ഉപ്പുമായി മുളകുമായി. ഇനി നമുക്ക് വേണ്ടത് പുളിയാണല്ലേ. അതിന് വേണ്ടിയിട്ട് ഒരു നാരങ്ങയുടെ പകുതി ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാണ് നമ്മൾ ഈ ഒരു മസാല നമ്മുടെ കോണിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എടുക്കുന്ന ടൂളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നാരങ്ങ എടുത്ത് ഒന്ന് ചെറുതായിട്ട് സ്ക്യൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നീരൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ മസാല ഇങ്ങനെ ഇരിക്കാനും ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ കോണിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ഇതേപോലെ തൂത്ത് കൊടുക്കണം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഉപ്പും പുളിയും അതുപോലെ തന്നെ എരിവും ഒക്കെയുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കോണാണ്. ആ ചൂടോട് തന്നെ തേച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ 4 മണിക്കൊക്കെ പലഹാരം ഉണ്ടാക്കുന്നതിനൊക്കെ പകരം നമുക്ക് ഒരു ഓൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹെൽത്തി ഓപ്ഷനാണ് കേട്ടോ ഇത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കണ്ട. അടുത്ത ഒരു അടിപൊളി വീഡിയോ വീണ്ടും കാണാം. ചിൽഡ്രൻ, ടേക്ക് കെയർ. ബൈ ഡിയേഴ്സ്.